ഓ ഞാൻ പെട്ടെന്ന് ബഹ്റൈനാന്ന് ഓർത്ത സത്യമായിട്ട് ഞാൻ പെട്ടെന്ന് അത് അതിലെ വിളിക്കും അതുകൊണ്ടായിരുന്നു. വീടിന്റെ കാര്യം മാത്രം എങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതേ ഉള്ളൂ. ഫിറോസിക്കയുടെ കാര്യം. ഫിറോസിക്ക രേണു മറ്റവളെ അവളെ അല്ല രേണുവിനെ ഇനി ഒരിക്കലും എന്റെ ദേഷ്യം മാറത്തില്ല, പക മാറത്തില്ല. രേണുവിനോട് തങ്കച്ചൻ നാറിയോടും എന്നൊക്കെ പറഞ്ഞു എന്റെ അപ്പനെ വിളിച്ച അപ്പൊ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കാരണം ഫിറോസിക്ക എന്നാണ് ഫിറോസിക്കയ്ക്ക് നാറിയായത്. ഫിറോസിക്കായും ഞാനും തമ്മിൽ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു. ഒന്ന് ഫിറോസിക്കായിട്ടും അറിയാം, എനിക്കും അറിയാം. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് ഭാരതം എന്ന് പറയാലോ? ആ ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ അല്ല അങ്ങനെ പറയാം. വന്ദേ മാതരമെന്നും പറയാം, ഭാരതമെന്നും പറയാം. എന്തോ വന്ദേ ഭാരത് അതെ, എന്നാലും പറയാം. ഭാരതം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ അല്ലേ, അങ്ങനെയും പറയാം. ഓക്കെ, നമ്മുടെ പ്രധാന വിഷയവും രേണുസുതിയാണ്. കാരണം രേണുസുതിയെ ഒരുപാട് കണ്ടന്റുകൾ വാരിക്കോരി തരികയാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും കണ്ടന്റിന് യാതൊരു ക്ഷാമവുമില്ല. പുള്ളിക്കാരത്തി വാ തുറന്നാൽ തന്നെ മീഡിയാസ് പുള്ളിക്കാരത്തി എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ മീഡിയ ചുറ്റും കൂടും. ഒരു ഇനാഗ്രേഷന് പങ്കെടുത്താൽ പറയും നാളെ ഞാൻ കാലിക്കട്ട് വരുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് കേട്ടോ എന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കും. കാരണം പുള്ളിക്കാരത്തിക്ക് വേണ്ടത് ഭയങ്കര റീച്ചാണ്. അതിനു വേണ്ടിയിട്ട് മീഡിയ തൻ്റെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി നേരത്തെ എറിഞ്ഞു കൊടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഓരോ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് കുറേ എണ്ണം രേണുസുതിയുടെ മുൻപിലേക്ക് തന്നെ വരികയും ചെയ്യും. ഇപ്പം കണ്ട വീഡിയോ കണ്ടിട്ട് എങ്ങനെ ചിരി വരാതിരിക്കും അല്ലേ? എന്താണ് പറയുന്നത്? വന്ന വഴിയെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് രേണു പോകുന്നത്. അത് ഇപ്പം ഒരു തവണയല്ല, നമുക്ക് രേണുവിൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പുള്ളിക്കാരത്തിയുടെ സ്വഭാവം അതാണ്, അതിനി മാറുകയില്ല. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരിയായിപ്പോയി. ഇപ്പോൾ ആദ്യമേ കാറിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ സ്വന്തം നാടാണെന്ന് പോലും, കേരളത്തിലാണെന്ന് പോലും മറന്നുപോയി പോലും. ബഹ്റിനിലാണെന്നാണ് ഞാൻ ഓർമ്മ വന്നതെന്ന്. ഇതൊക്കെ എന്താണ് പറയുന്നത്? ഇതിനൊക്കെ എന്താ പറയുക, അല്പന അർദ്ധരാത്രിയിൽ കുട പിടിക്കുമെന്നുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ, ആ ഒരു അവസ്ഥയിലേക്കാണ് രേണുവിൻ്റെ പോക്ക്. പിന്നെ പറയുന്ന വാക്കുകൾ വന്ദേ ഭാരത്, പിന്നെ വന്ദേ മാരതം, ഇതൊക്കെയാണ്. എന്താ കാര്യം ഒരു ശരിക്കും വെളിവില്ലാത്ത ഒരു സ്ത്രീ തന്നെയാണ്. എന്നിട്ട് ഇതെന്നാ പറയുന്നത്, വന്ദേ മാതരം എന്നല്ലേ എന്ന് ചോദിച്ചപ്പം പറയാം ആ വന്ദേ ഭാരത് അങ്ങനെയും പറയാമല്ലോ എന്ന്. പറഞ്ഞു പോയത് തെറ്റാണെന്ന് മനസ്സിലായി, എന്നിട്ടും വീണെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരു ആള്, അല്ലെങ്കിൽ ആ തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ അറിയാതെ വന്ന നാവിൻ്റെ ആ പിഴവ്, അങ്ങനെ ആൾക്കാർക്ക് സംഭവിക്കാവുന്നതാണ്. പക്ഷെ എന്നിട്ടും അവിടെ കിടന്ന് ഞാൻ അങ്ങനെയും പറയാമല്ലോ എന്ന്. പിന്നെയും വീണ്ടും വന്ന് പറയുന്നു വന്ദേ മാരതം. ഇതൊക്കെ എന്താണ് പുള്ളിക്കാരത്തി? ഇത് കേൾക്കുമ്പോൾ ആ വീഡിയോ, ഇതിൻ്റെ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ആ വീഡിയോ പലതവണ ഇങ്ങനെ നോക്കി. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ചിരി വരും. എന്നിട്ടും അത് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇക്കാൻ്റെ ഫോൺ വരുമെന്ന്. ആരെങ്കിലും ചോദിച്ചോ? എനിക്ക് ഫോൺ വരും എന്ന് പറഞ്ഞാൽ പറയും ഇക്കാൻ്റെ ഫോൺ. അത് പുള്ളിക്കാരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചോദിക്കും ആരാണ് ഇക്ക? ലവറാണോ? ഇനിയും വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണോ എന്നെല്ലാം ആളുകൾ ചോദിക്കും. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇതിൽ ഒരു ഇക്കായും ഇല്ല, ഒരാളും ഇല്ല എന്ന് നമുക്ക് ഇതെന്ന് തന്നെ അറിയാം. അല്ലെങ്കിൽ എന്തിനാന്നേ ഈ പുള്ളിക്കാരത്തി വിധവയാണ്, പ്രായം കുറവാണ്, കുഞ്ഞു കുട്ടിയുണ്ട്, കുടുംബം പുലർത്തണം, അതുകൊണ്ട് ഒരാളുടെ സഹായം കൂടെ വേണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനിപ്പം രേണു വിവാഹം കഴിക്കുന്നതിന്, രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിന് ആർക്കും എതിർപ്പുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനെ എതിർക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ നാട്ടിൽ നടക്കാത്ത സംഭവങ്ങളും ഒന്നുമല്ല. രണ്ടാമത് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് രേണു ആയിരിക്കുകയില്ല. ഒരുപാട് ആളുകൾ വിവാഹം കഴിക്കുന്നതാണ്. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞോ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്. അത് നല്ല കാര്യമായിട്ട് തന്നെ കരുതുന്നുള്ളൂ. അങ്ങനെയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ നാളെങ്കിലും മാറി നിൽക്കുമല്ലോ, ശല്യം ഒഴിവാകട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇതിൻ്റെയോടൊപ്പം ഉണ്ട്. വിവാഹം കഴിക്കുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്, ഇനിയെങ്കിലും ഇത് കോപ്രായം കാണാതിരിക്കാമല്ലോ,
ഇങ്ങനെയുള്ള ഇത് കാണണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്ന കമൻറ്റുകളും ആ വീഡിയോസിനടിയിൽ വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാവുന്ന കാര്യം തന്നെയാണ്. അപ്പം പുള്ളിക്കാരത്തി മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇത്. അല്ലാതെ ഇക്കായും ഒരു ഇച്ചായനോ ഇക്കായോ അങ്ങനെയുള്ള ആളുകൾ ആരും ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ധൈര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരട്ടെ, ഇതാണ് ഞാൻ വിവാഹം കഴിക്കുന്ന ആള് എന്ന്. പക്ഷെ അതൊന്നും ചെയ്യില്ല. കാരണം സുധി എന്ന് പറഞ്ഞ ആ ആളുടെ പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പുള്ളിക്കാരത്തി വൈറലായെങ്കിൽ തന്നെ കൊല്ലം സുധിയുടെ ഭാര്യ, മരണപ്പെട്ടു പോയ കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന പേരിൽ തന്നെയാണ് രേണു സുധി ഇത്രത്തോളം അറിയപ്പെടുന്നത്. അല്ലാതെ രേഷ്മ തങ്കച്ചൻ എന്നുള്ള അഡ്രസ്സിലൊന്നും തന്നെയല്ല. ഇനിയിപ്പം വേറൊരാളെ വിവാഹം കഴിച്ച ആ സുധി എന്നുള്ള പേര് മാറ്റിക്കഴിഞ്ഞാൽ രേണു വെറും രേണു തന്നെയാണ്. ഇനിയിപ്പം ആ സുധിയുടെ ഭാര്യ എന്നുള്ള ആ ഇതൊക്കെ അങ്ങ് പോകും. അവിടം കൊണ്ട് റീച്ചും കാര്യങ്ങളും ഒക്കെ പോകുമെന്ന് രേണുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ രേണു അങ്ങനെ ഒന്നും ചെയ്യുകയില്ല. ചിലപ്പം ലിവിങ് ടുഗദറൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഈ 2025 ഒക്കെയുള്ള ആ സമയങ്ങളിലെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ്. അതുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നതായിട്ടുള്ള കാരണങ്ങളൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചും പുള്ളിക്കാരത്തി സെലിബ്രിറ്റി ആണല്ലോ എന്ന് എപ്പോഴും തന്നെ പറയാറുമുണ്ട്. സ്വയം പുകഴ്ത്തുന്ന ഒരു രീതിയും തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഇനിയിപ്പോൾ ലിവിങ് ടുഗദറും ആകാം. അതുകൊണ്ട് ഇപ്പോൾ രേണു സുധി എന്നുള്ള ഒരു അഡ്രസ്സ് മാറ്റാൻ മിക്കവാറും പുള്ളിക്കാരത്തി ശ്രമിക്കുകയില്ല. അപ്പോൾ വിവാഹത്തിലേക്കെന്നുള്ള ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു ഇമേജ് അത് മാറും, അത് കുറയും എന്നൊക്കെ അറിയാം. അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല. പിന്നെ ആളുകൾക്കിടയിലേക്ക് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു ഇതുണ്ട്, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തി നമ്പർ 1 ആയിട്ട് നിൽക്കണം എന്നും. തൻ്റെ ഗോസിപ്പുകൾ, തൻ്റെ ന്യൂസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്നും വന്നുകൊണ്ടിരിക്കണം എന്നുള്ള പുള്ളിക്കാരത്തിക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം മീഡിയാസിൻ്റെ മുമ്പിലേക്ക് പുള്ളിക്കാരത്തി ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന ഇക്കായോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനി മുസ്ലിം സ്ത്രീ അല്ല, ഇനി തട്ടമിട്ട് വരും, മുസ്ലിം മതത്തിലേക്ക് മാറും എന്നൊക്കെ ചുമ്മാ ഇടയ്ക്ക് അറിയാതെ വായിന്ന് വീഴുന്നതായിട്ടും അതിന് മുമ്പ് പറയുന്നുണ്ട് ഗോസിപ്പാണെന്നും പറയുന്നു. അത് കഴിയുമ്പം തട്ടമിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തട്ടമിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ രേണു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഭയങ്കര ശുദ്ധ മണ്ടത്തരങ്ങളാണ് ഇടയ്ക്ക് വായിൽ നിന്ന് വീഴുന്നത്. എന്നിട്ടും അവിടെ കിടന്ന് വീണെടുത്ത് നിന്ന് കിടന്ന് ഉരുളാനുള്ള നല്ല കഴിവുണ്ട്. നല്ല നാവിന് നീളം ഉള്ളതുകൊണ്ട് എവിടെയും പോയി പിടിച്ചു നിൽക്കാനുള്ള നല്ല ശേഷിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ രേണുസുധി എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. കാരണം ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴും പുള്ളിയുടെ പ്രവൃത്തിയുടെ ഇപ്പോൾ വീട് കൊടുത്ത പ്രശ്നം, ഭൂമി കൊടുത്തതിൻ്റെ ഇതെല്ലാം കാരണങ്ങളും പുള്ളിക്കാരത്തി എല്ലാം മേടിച്ചെടുക്കും. വേണ്ടെന്ന് പറയില്ല ഒരു കാര്യങ്ങളും. കിട്ടാവുന്നിടത്തുനിന്നെല്ലാം വാങ്ങിച്ചെടുക്കുന്നുണ്ട് ഒരു സ്വഭാവമുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അവരെ പരിഹസിക്കുക, തള്ളിപ്പറയുക അതിനൊക്കെ ഒരു ലൈസൻസും ഇല്ലാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവായിട്ട് വന്നിട്ട് തെറി വിളിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് തന്നെ നാവിന് നല്ല നീട്ടവും തൊലിക്ക് നല്ല കട്ടിയുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ രേണുവിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും തന്നെ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം മെയിൻ കണ്ടന്റ് രേണുസുധിയാണ്. ആ ബിഗ് ബോസിൽ പോയ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ആൾക്കാർ ഒരു കണ്ടന്റ് എടുത്തിട്ടില്ല. കാരണം അത്രയും ദിവസം പുള്ളിക്കാരത്തിയുടെ വായിൽ നിന്ന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആ ബിഗ് ബോസിനുള്ളിലെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഗോസിപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം പിന്നെയും പുറത്തേക്ക് വന്നപ്പം പുള്ളിക്കാരത്തി വീണ്ടും ആളുകൾ ഓർത്തു ഇനിയെങ്കിലും അതൊന്നും ഇല്ല, എന്തെങ്കിലും അഭിനയം കാര്യങ്ങൾ അല്ലെങ്കിൽ ദുബായിൽ പോയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി അതിൻ്റേതായ രീതിയിൽ നടക്കുമെന്നാണ് കരുതിയത്. പക്ഷേ വീണ്ടും പുള്ളിക്കാരത്തി അതിലേറെ ശക്തമായിട്ട് വന്നിട്ട് ഓരോ കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാവരും വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ, എല്ലാവരും തന്നെയാണ് ഈ പുള്ളിക്കാരത്തിയെ ഇത്രത്തോളം ആക്കി വെച്ചേക്കുന്നതും. അത് പുള്ളിക്കാരത്തിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഇത്രയും വൈറലായി മാറിയിരിക്കുന്നതും. ഓരോ ദിവസവും ഈ രേണുവിനെക്കുറിച്ചുള്ള
വീഡിയോസ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ആരെങ്കിലുമൊക്കെ വീഡിയോ ഇടും. പുള്ളിക്കാരത്തിക്ക് അറിയാം, പുള്ളിക്കാരത്തി തന്നെ അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. എനിക്കിതിനൊന്നും നേരമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറയും. പക്ഷേ കഴിഞ്ഞ ദിവസം SP ബ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബറിന് വന്ന വീഡിയോ എടുത്ത് അവരവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത ആ കാര്യം വരെയും പുള്ളിക്കാരത്തി നോട്ട് ചെയ്തു, അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാകാം പുള്ളിക്കാരത്തി എല്ലാ കാര്യങ്ങളും, പുള്ളിക്കാരത്തിയുടെ എല്ലാ വീഡിയോസുകളും പരമാവധി ശ്രദ്ധിക്കുകയും കേൾക്കുകയും കാണാറും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടയ്ക്ക് നിന്ന് വായിന്ന് തന്നെ യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ വീഴും. ആദ്യം കള്ളത്തരം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇരുന്ന് അത് ആ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. ആളുകൾ അത് നോക്കിയിരിക്കും, രേണുവിൻ്റെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് എന്ന്. പക്ഷെ രേണുവിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമൊക്കെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവ് മരിച്ചുപോയി എന്നും പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു സ്ത്രീ അല്ല. അവർക്ക് അവരുടെ കുടുംബം മുമ്പോട്ട് പോകണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, കുടുംബമൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമാണ്. അതിന് അവർ അഭിനയത്തിലേക്ക് പോയി. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മോശമായ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ആ ഒരു വാക്കുകളാണ് ഇവരെ നെഗറ്റീവ് വരുത്താനുള്ള മെയിൻ കാരണം. ആ നെഗറ്റീവാണ് ഇവരുടെ പോസിറ്റീവ് എന്നാണ് ഇവർ കരുതുന്നത്. അവർ പറയുന്ന ഓരോ നെഗറ്റീവ് വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് പറയുമ്പോഴത്തേക്കിനും അത് റീച്ചാകുന്നു, വൈറലാകുന്നു. അതവർക്ക് പോസിറ്റീവായി മാറ്റുന്നതായിട്ടാണ് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഈ വന്ദേ മാതരമെന്നും വന്ദേ മാതരം എന്നുള്ളതിന് വന്ദേ മാരതമെന്നും വന്ദേ ഭാരതമെന്നും എന്നൊക്കെയോ വിളിച്ചു പറയുന്നതെന്ന് പുള്ളിക്കാരത്തിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ അവിടെ കിടന്ന് ഉരുളുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഇത് ആളുകൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും പുള്ളിക്കാരത്തി അത് എന്താണ്, ആ പുള്ളിക്കാരത്തിക്ക് തെറ്റ് പറ്റിപ്പോയത് തന്നെയാണ്. അതിൻ്റെ വായിൽ നിന്ന് വന്നേക്കുന്ന ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. പക്ഷേ എന്നിട്ടും അവിടെ പുള്ളിക്കാരത്തി അത് തെറ്റ് അംഗീകരിക്കാൻ പറ്റത്തില്ലാതെ ശരിയാക്കി അത് മാറ്റുകയാണ് എന്നുള്ള രീതിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് എല്ലാവർക്കും, കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും രേണുസുധിയുടെ ഓരോ ദിവസം ഓരോരോ വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.